അപ്പോൾ ഒരു ഗിവ് അവേ ആണ് ലാസ്റ്റ് വീഡിയോയിൽ വന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ആ ഗിവ് അവേൻ്റെ റിസൾട്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് നമുക്ക് അധികമായിട്ട് മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. ആകെ വന്നത് ഒരു 2, 3 പേരുടെ അടുത്തുനിന്നാണ്. അതിൽ ഒരാൾ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതായത് ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നെ പറയാം ഞാൻ എന്താണ് ആ ടൈറ്റിൽ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് ചെറിയ ജീവിതവും വലിയ കുറേ മനുഷ്യനും എന്നതുകൊണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം അവൻ ജനിച്ച് മരിക്കുന്നത് വരെ ഒരു ഇടവേളയാണ്. അത് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കുന്നത് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും മനുഷ്യൻ ചിന്തിക്കുന്നത് നാളെ എനിക്കിത് വെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ നാളെ ഇതിനു വേണ്ടി എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഭ്രമമുണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം ഇത്ര ചെറുതാണെന്ന് മറന്നു പോയിട്ട് ഇവിടെ എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനും എല്ലാത്തിനും എനിക്കാണ് മേൽക്കോയ്മ, അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിൻ്റെ അധിപനെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പറ്റം ആളുകൾ ഉള്ളൊരു സമൂഹമാണ്. അപ്പോൾ അവരെപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണ് ശരിക്കും സെക്കൻഡിലെ ബ്രീത്ത് നിലച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യൻ ഇല്ലാതായി എന്ന് വരും. അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡുകളുടെ ജീവിതം അല്ല മനുഷ്യൻ എന്ന ഞാനാണ് എല്ലാത്തിൻ്റെയും അധിപനെന്ന് ചിന്തിക്കുന്നുണ്ട് അവർ. അപ്പം അതിനെ കളിയാക്കിക്കൊണ്ടിട്ടിരിക്കുന്ന പേരാണിത്. രണ്ടാമത്തത് നമ്മളെ പോർട്രേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അത് ഞാൻ അതിൻ്റെ ഡിസൈനറുമായിട്ട് ഒരുപാട് നേരം ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തൊരു സാധനമാണ്. അതിന് ഓരോ പാട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മഞ്ഞ കളറ്. അതിൻ്റെ ബാക്കിൽ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ ഒരു പോർട്രേറ്റ് ആണ്, ഒരു കോട്ട് ധരിച്ച ഒരാൾ. ആളുടെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ കുറച്ച് റെഡ് ഷെയ്ഡ്സ് ഉണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ആ കൈവിരലിലുള്ള ഗ്ലോബിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്. ആളുടെ കൈവിരലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോബ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്വിങ്ങിനനുസരിച്ച് തന്നെ അതിൽ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോകുന്നുണ്ട്. ഇതാണ് ആ പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഈ പോർട്രേറ്റിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ ക്ലാസ് ജനത, അതിപ്പോൾ കോർപ്പറേറ്റ് ജനത ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു ജനത പുതിയ നിയമങ്ങളും പുതിയ സംഹിതകളും പുതിയ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് എപ്പോഴും ഒരു മിഡിൽ ക്ലാസ് മാനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്ന രീതിക്ക് എനിക്ക് എൻ്റെതായ ഒരു പൊളിറ്റിക്സ് ആയിട്ടാണ് ഞാൻ അവിടെ പറയുന്നത്. എപ്പോഴും നമ്മൾ പറയും നമ്മൾ അല്ലെങ്കിൽ ഒരു ആവറേജ് മാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും അവന് കഴിച്ചിലാവാൻ വേണ്ടിയാണെന്ന്. എന്നാൽ അവൻ എത്ര രക്ഷപ്പെടാൻ നോക്കുന്നോ അതിനനുസരിച്ച് തന്നെ മേലേക്കടയിലുള്ള ആളുകൾ പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മേലേക്കടയിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഓരോ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് എപ്പോഴും പെട്ടുപോയി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല നാനാ കോണിലേക്ക് എവിടെയും എത്താൻ പറ്റാണ്ട് പോകുന്ന ഒരു സമൂഹം, അതുപോലെ പെട്ടുകിടക്കുന്ന ഒരു കോർപ്പറേറ്റ് ജീവിതം, അങ്ങനത്തെ കുറേ സാധനങ്ങളെയാണ് ഞാൻ ആ പോർട്രേറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ചെറിയൊരു തീമായിട്ട് ഞാൻ ആ കവർ പേജിലും നമ്മുടെ ആ ടൈറ്റിലും കൊടുത്തിരിക്കുന്നത്. കഥകളിലേക്ക് വരികയാണെങ്കിൽ ഈ പുസ്തകത്തിലെ 15 കഥകൾ, ആ 15 കഥകളിൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങി വായിച്ചാൽ അതിലൊരു കഥയെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആവും. അതുപോലെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എവിടെയൊക്കെയോ കണ്ടുമറന്ന അനുഭവം